സിയന്ന കളക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് റിക്വസ്റ്റൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്യുബേറ്റർ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഇൻക്യുബേറ്ററിന് ഉപയോഗിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റ് അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പം നമുക്കിപ്പം ഇത് ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു PVC ഷീറ്റാണ്. ഇത് സീലിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഹാർഡ്വെയർ ഷോപ്പുകളിലെല്ലാം തന്നെ കിട്ടും. വലിയ വിലയൊന്നും വരുന്നില്ല. നമുക്ക് അങ്ങനെ ഇത് ഫ്രഷായിട്ട് എടുക്കണമെന്നില്ല. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴയ തുറന്നതാണ് എടുത്തിരിക്കുന്നത്, അതായത് വേസ്റ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇത് മതി നമുക്ക്, നമ്മുടെ പേർപ്പസിന് ഇത് ധാരാളമാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ കാർഡ്ബോർഡ് ബോക്സ് ആണല്ലോ യൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു പെട്ടി യൂസ് ചെയ്താൽ മതി. ഒരു പെട്ടി ആക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ആവശ്യമായ രീതിക്ക് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയത് ഒട്ടിക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് സൈഡുകൾ ഒട്ടിച്ച് ചേർത്തിട്ടാണ് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. ഈ നീളമുള്ള പീസ് ആദ്യം ഞാൻ ഒന്ന് പശ വെച്ച് ഒട്ടിക്കുന്നുമുണ്ട്, കാരണം മറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട്. അത് പശ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ആകൃതിയൊന്നും നിങ്ങൾ നോക്കുക വേണ്ട. ഒരു ഷേപ്പ്, ഒരു ബോക്സിൻ്റെ രീതിക്ക് നായി കിട്ടിയാൽ മതി. സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഞാൻ സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഇപ്പോൾ വെച്ച ഭാഗത്തിൻ്റെയും സൈഡിൽ പശ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പശ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ക്വിക്ക് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഹാർഡ്വെയർ ഷോപ്പുകളിലെല്ലാം തന്നെ കിട്ടും. അതാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പശ അതാണ്. ഇനി നമുക്ക് അടുത്ത സൈഡ്, സൈഡും കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാം. അത് ഞാൻ നീളമുള്ള സൈഡാണ് വെക്കുന്നത്. അതും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമുക്ക് ഈ പറഞ്ഞ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പശ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അതും ഒട്ടിയിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ സൈഡും കൂടെ എടുത്ത് ഒട്ടിച്ച് നോക്കാം. അവസാന സൈഡ് വെക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക, കാരണം അതിൻ്റെ എഡ്ജസ് കറക്റ്റായിട്ട് വരണം. അതുകൊണ്ടാണ് ടൈം ഇപ്പോൾ കൂടുതലെടുക്കുന്നത്. ഞാൻ എഡ്ജ് ശ്രദ്ധിച്ച് നല്ലപോലെ വേണം വെക്കാനായിട്ട്. എഡ്ജ് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വീണ്ടും പറയണം, പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ സെല്ലോ ടേപ്പിൻ്റെ ബലത്തിലല്ല നിൽക്കുന്നത്. ഇനി അത് നമുക്ക്
അതും നമുക്ക് പശ വെച്ച് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 സൈഡും, അതായത് അടിവശമാണ് ഒട്ടിച്ച് കൊടുത്തിരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ കോർണേഴ്സും കൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഇതേ പശ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചേർത്ത് വെച്ചതിന് ശേഷം ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് PVC ഷീറ്റ് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഇച്ചിരി നല്ല ഭംഗിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് PVC ഷീറ്റിൽ ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതെങ്കിലും കാർഡ്ബോർഡ് ബോക്സിലാണെങ്കിലും നിങ്ങൾക്കിത് ഒട്ടിക്കാവുന്നേ ഉള്ളൂ, ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊന്നുമില്ലാതെ ബക്കറ്റിൽ പോലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻക്യുബേറ്റർ ബക്കറ്റിൽ പോലും നമുക്ക് സെറ്റ് ചെയ്യാം. അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻക്യുബേറ്റർ മേക്കിംഗ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്യുബേറ്ററിൻ്റെ ഈ ബോക്സിൻ്റെ എല്ലാ സൈഡിലും, അതായത് ഉള്ളിലെ എല്ലാ 4 സൈഡിലും, പിന്നെ അടിവശത്തും, പിന്നെ അതിൻ്റെ കവറിങ് വരുന്ന ആ ഭാഗത്തും തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ തെർമോക്കോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ പാകത്തിലുള്ള സൈഡുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന രീതിയൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അത് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ ഈ ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സൈഡിൽ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് വ്യൂ കാണാൻ വേണ്ടി. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തുറന്നു നോക്കാൻ പറ്റുകയില്ല, കാരണം തുറക്കുന്നത് നല്ലതല്ല, കാരണം ഇൻക്യുബേഷൻ അത് ബാധിക്കും. അതുകൊണ്ടാണത് നമ്മൾ ജസ്റ്റ് ഒരു വ്യൂവർ ഇട്ടിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഞാനത് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഈ സൈഡാണ് വെക്കുന്നത്. ഇതിങ്ങനെ ഐസായിട്ട് അങ്ങ് ഇറക്കി കൊടുക്കുക താഴേക്ക്. ഇത് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതിൻ്റെ എഡ്ജ് കറക്റ്റ് ആയിരിക്കണം. അതെല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ സൈഡും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ തെർമോക്കോൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഹീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഹീറ്റ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റ് കുറേ അധികം നേരം ഇതിനകത്ത് നിൽക്കും. ഇത് ഇൻക്യുബേഷൻ പീരീഡിൽ നമ്മളിത് ഇതിനകത്ത് മുട്ട വെച്ച് കഴിഞ്ഞിട്ട് കറണ്ട് പോയാൽ പോലും ഒരു 6 മണിക്കൂർ വരെയൊക്കെ ചൂട് ഇതിനകത്ത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നത്. സൈഡും എഡ്ജും ഒക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഈ സൈഡും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. തെർമോക്കോളും ഈ പറഞ്ഞ പോലെ ലേഡീസ് സ്റ്റോറുകളിലൊക്കെ സുലഭമാണ്, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മേടിക്കാം. ഇത് ഞാൻ മാർക്കറ്റിൽ 30 രൂപയുടെ റേഞ്ചിൽ വരുന്ന തെർമോക്കോളാണ്, കാരണം തീരെ കുറഞ്ഞ സൈസാണ് വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും അടിയിലെ ലെയർ, ഏറ്റവും ബോട്ടം ലെയറും കൂടെ ഇറക്കി കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം ഇതിൻ്റെ ഏകദേശം ഒരു ബേസ് റെഡി ആയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതിൻ്റെ ഇനിയിപ്പോൾ സൈഡിൽ പശയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനിഷിങ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും, സൈഡിലൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഞാൻ ഫെവിക്കോൾ പശ വെച്ചിട്ട് ചുമ്മാ സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് അടിവശത്തിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പശ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, ആ ഗ്യാപ്പ് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം.
ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഫെവിക്കോൾ കുറച്ച് ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. പകരം ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് സൈഡ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ഇതേപോലെ തന്നെ ഒരു മൂടി, അതായത് ഒരു അടപ്പും കൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അകത്ത് തെർമോകോൾ ഒട്ടിച്ച് അതങ്ങ് ഫിനിഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തെർമോകോൾ ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ലിഡ് ഞാൻ അകത്ത് തെർമോകോൾ വെച്ച് ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ കോമ്പോണൻസ്, നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ബോക്സിനകത്തേക്ക് ഓരോ കോമ്പോണൻസ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഈക്വലായിട്ട് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ടൊരു 12 വോൾട്ടിൻ്റെ DC ഫാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഓൺലൈനിൽ സുലഭമാണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് അങ്ങനെ മേടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ കമ്പ്യൂട്ടറിൽ നിന്നും അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ആ ഫാനാണ്, ഒരു കൂളിംഗ് ഫാനാണ് ഇത് ശരിക്കും. ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിരുന്നതായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്ന സാധനമാണ് W1209. അത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ ഇന്നലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് ഇന്നലെ എടുത്ത അതേ ബൾബ് ഹോൾഡറാണ്. ഇതും ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു, വീഡിയോയുടെ പേർപ്പസിന് അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൾബ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത്. ഇത് ഇനി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോമ്പോണൻസ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോന്നോരോന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ നമുക്ക്. ഫാന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ബോക്സിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാനാണ് അടുത്ത പണി. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇനി ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി പേർപ്പസിന് വേണ്ടിയിട്ട്, ഹ്യൂമിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കേണ്ടതുണ്ട് ഈ ഇൻക്യുബേറ്ററിനകത്ത്. അപ്പോൾ അതിനുള്ളൊരു പാത്രം ഞാൻ ആദ്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഒരു പഴയൊരു പാത്രമാണ്. നമുക്ക് നമ്മുടെ അനുയോജ്യമായ പേർപ്പസിനായിട്ടുള്ളൊരു പാത്രം മതി, ഏതെങ്കിലും മതി. അതങ്ങ് ആദ്യം വെച്ച് നോക്കുകയാണ് ഞാൻ. ആ ഒരു ഗ്യാപ്പ് മാത്രം മതി നമുക്കവിടെ സൈഡിലായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ആ ഫാന് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫാൻ സെറ്റ് ചെയ്യുന്നതിന് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. കാണാം, ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് പീൽ ഓഫ് ചെയ്തിട്ട് അവിടെ അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പും ഈ പറഞ്ഞ ലേഡീസ് സ്റ്റോറുകളിലും എല്ലാം കിട്ടും. ഓക്കെ, അതവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ ഈ വയറ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, പുറത്തുനിന്നൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് വെളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. വലിയ കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കുക. അതിലൂടെ ആ വയറ് വെളിയിലേക്ക് എത്തും. ആ വയറ് വെളിയിലേക്ക് എത്തും. അപ്പോൾ ആ വയറ് ഞാൻ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാം എടുത്തിട്ട്. ഇതാണത്, ആ വയറ് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫാനിൻ്റെ വയറ് ഫാൻ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് തെർമോസ്റ്റാറ്റ്, അതായത് W1209 അതാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അതും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ പീൽ ഓഫ് ചെയ്തു.
ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് വരേണ്ടത്. അതായത് മുട്ട വെക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്താണ് നമുക്ക് പ്രോബ് വരേണ്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് ഈ പറഞ്ഞാൽ ഒരു ഹോള് പുറത്തുനിന്ന് ഇടേണ്ടതുണ്ട്. ഞാനപ്പോൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പ്രോബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ഹോൾഡറും ബൾബും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വയറിങ്, അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ബൾബ് നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ വയർ വെളിയിലേക്ക് വരുന്നതിനായിട്ട് ഞാനൊരു ഹോള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ അത് ഹോളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഹോളിലൂടെ നമ്മൾ ഈ വയർ കയറ്റി കൊടുക്കുക. ഹോള് ഇച്ചിരി ചെറുതായിരുന്നു. അടുത്ത വയറും കൂടെ നമുക്ക് കയറ്റി കൊടുക്കാം. ഞാൻ 2 വയറും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവറിലേക്ക് കൊടുക്കേണ്ട സംഭവമാണിത്. അതുകൊണ്ട് ഇച്ചിരി ലെങ്ത്ത് ഞാൻ കൂട്ടിയാണ് എടുത്തിരുന്നത്. നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ലെങ്ത്ത് എന്തോരം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ എന്തായാലും ഇച്ചിരി ലെങ്ത്ത് കൂട്ടി തന്നെ എടുത്തിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡർ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഈ ബൾബ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബൾബ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ W120 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബൾബ് ഹോൾഡറും ബൾബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് DC അഡാപ്റ്റർ 12 വോൾട്ട് DC അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഈ ഫാനിൻ്റെ ആ വയറും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പോസിറ്റീവും അത് നോക്കി തന്നെ ചെയ്യണം. ഇതിൻ്റെ റെഡ് വയറാണ് പോസിറ്റീവ് വരുന്നത്. പിന്നെ അഡാപ്റ്ററിൻ്റെ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഇത് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം. ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നലെ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതല്ലാതെ പിന്നെ നിങ്ങൾക്ക് സജസ്റ്റഡ് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ടാവും, നോക്കിയാൽ മതി. ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത 2 വയറും കൂടെ അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നന്നായി പിരിച്ചു കൊടുക്കുക. അതും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓണാക്കി നോക്കുകയാണ്, ഓൺ ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് നോക്കാൻ വേണ്ടിയിട്ട് ഓണാക്കി നോക്കുകയാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പം രണ്ടും തന്നെ വർക്കിംഗ് ആണ്. ഫാനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ W120 വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്, 31 ഡിഗ്രിയാണ് ഇതിനകത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അത് ഒന്നുകൂടെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ബൾബും കൂടെ കണക്ട് ചെയ്യാനേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് പണി. അതും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ബൾബിൽ നിന്ന് വരുന്ന വയർ ഈ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കൊടുക്കുകയാണ്. ഞാൻ ഇച്ചിരി നീളം കുറച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ആവശ്യത്തിന് നീളം മതി, ഒരുപാട് നീളം വേണ്ടിയതില്ല, അതുകൊണ്ടാണ് നീളം കുറച്ചത്. ഇത് കൊടുക്കുന്നുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാം. നന്നായി ടൈറ്റ് ചെയ്യുക, വയർ ലൂസായി പോകാതിരിക്കാൻ നോക്കുക. ഇനി നമ്മൾ പവറിലേക്ക് കൊടുക്കാനുള്ളൊരു വയറും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് സെപ്പറേറ്റ് വയർ എടുക്കുക, അത് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് തമ്മി കൂട്ടി മുട്ടാതെ നോക്കണം, രണ്ട് വയറും തമ്മി കൂട്ടി മുട്ടാത്ത രീതിയിൽ വേണം വയർ സെറ്റ് ചെയ്യാൻ. ഒരുപാട് അറ്റമൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊരു ഇത് കിട്ടിയാൽ അറ്റം കിട്ടിയാൽ മതി. അത് നല്ലപോലെ പിരിച്ച് കയറ്റി വെക്കുക, ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ വയറൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതാണ് അടുത്ത പണി. ഞാൻ ഇന്നലെ ഇത് W120 കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബൾബിൽ നിന്ന് വരുന്ന ഒരു ഔട്ട് നമ്മൾ അതിൻ്റെ ഒരു ഔട്ട് ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്, തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കുകയാണ്. മറ്റേത് രണ്ടാമത്തെ വയർ നമ്മൾ ഡയറക്റ്റ് കറണ്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഔട്ട് തെർമോസ്റ്റാറ്റിലേക്കും ഒരെണ്ണം ഡയറക്റ്റ് കറണ്ടിലേക്കാണ് കൊടുക്കുന്നത്. തെർമോസ്റ്റാറ്റിൽ നിന്നാണ് പിന്നെ രണ്ടാമത്തെ വയർ ബൾബിൻ്റെ രണ്ടാമത്തെ വയർ നമ്മൾ കറണ്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ ഓർഗനൈസ് ചെയ്യും. ഈ വയർ ബൾബിൻ്റെ വയറാണ് ഈ രണ്ടും, അത് രണ്ടും ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് കൂട്ടി പിണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒരുമിച്ചായി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിബേറ്റ് ഇവിടെ റെഡിയാണ്. ഞാൻ തെർമോസ്റ്റാറ്റ് ഫാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബൾബും ഹോൾഡറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഒന്ന് ഓണാക്കി നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓണായിട്ടുണ്ട്, ഇത് കാണാം, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൾബ് കത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ അകത്തുള്ള വ്യൂ ആണ്. ഇത് മറ്റേ നമ്മൾ നേരത്തെ ഇട്ട് നമ്മുടെ പ്രോബാണ്, ഈ തെർമോസ്റ്റാറ്റിൻ്റെ പ്രോബാണ് അകത്തേക്ക് ഇട്ടിരിക്കുന്നതാണ്. കാണാൻ ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണാം. ഫാനിൻ്റെ വയർ പോയിരിക്കുന്നു, ബൾബ്, ഇവിടെ നമുക്ക് വെള്ളം വെക്കാനുള്ള പാത്രമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇത് വർക്കാവുന്നത് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ടെമ്പറേച്ചർ കൂടുന്നു എല്ലാം ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് തെർമോസ്റ്റാറ്റിൻ്റെ വ്യൂ ആണ്. ഇതിൽ നമുക്കിപ്പോൾ കാണാം ടെമ്പറേച്ചർ കൂടുന്നതാണ്. ഇതിപ്പോൾ കറണ്ടായിരിക്കും നമുക്ക് ലൈറ്റ് കൺട്രോൾ ആയിരിക്കും. ഇങ്ങനെ ആ ഒരു 37.5
കുറയാതെയും കൂടാതെയും അങ്ങനെ ആ ഒരു റേഞ്ചായിട്ട് പിന്നെ അതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഇപ്പോൾ 37.6 നിൽക്കുകയാണ്, കട്ട് ഓഫിലാണ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ അത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകും. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ.